ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ്. ഒന്നാമത്തെ പാഠം ആറ്റത്തിൻ്റെ ഘടന. പഞ്ചസാരയുടെ തന്മാത്രയുടെ രാസസൂത്രമാണ് C12H22O11. ഗ്ലൂക്കോസിൻ്റെ തന്മാത്രയുടെ രാസസൂത്രം C6H12O6. അതായത് പഞ്ചസാരയുടേത് ഹൈഡ്രജനും വ്യത്യാസമുണ്ട്, അതുപോലെ ഗ്ലൂക്കോസിൽ ഹൈഡ്രജൻ വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. പഞ്ചസാരയാണെങ്കിൽ C12H22O11, ഗ്ലൂക്കോസ് ആണെങ്കിൽ C6H12O6. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. കാഥോഡ് രശ്മികൾ നെഗറ്റീവ് ചാർജായിരിക്കും. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് J.J. തോംസൺ. പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് J.J. തോംസൺ. ഇനി റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയാണ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു ഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനു ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റലിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി നീൽസ് ബോർ അവതരിപ്പിച്ചതാണ് ബോർ ആറ്റം മാതൃക. ഇനി ബോർ ആറ്റം മാതൃക. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജനിലകൾ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ ഊർജ്ജനിലകൾ, അതായത് സ്ഥിര ഊർജ്ജനിലകൾ എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. ഊർജ്ജനിലകളെ യഥാക്രമം KLMN എന്നിങ്ങനെ ഷെല്ലുകളായി പരിഗണിക്കാം. ഇനി ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. Z എന്ന അക്ഷരം കൊണ്ടാണ് അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്നാണ് പറയുന്നത്. ഇതിനെ A എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഘനജലം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ്. ഘനജലം ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയഡിൻ 131. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് യുറേനിയം 235. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കോബാൾട്ട് 60. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് സോഡിയം 24. അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയേൺ 59. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോട്ടോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ.
മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വിന്യസിച്ചിരുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലിയാണ്. ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. നിലവിൽ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകൾ എന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു. നിഹോണിയത്തിൻ്റെ അറ്റോമിക നമ്പർ 113 ആണ്. മോസ്കോവിയത്തിൻ്റെ അറ്റോമിക നമ്പർ 115. ടെന്നസിൻ അറ്റോമിക നമ്പർ 117 ഓഗനസൻ അറ്റോമിക നമ്പർ 118. അടുത്തത് ഒന്നാം ഗ്രൂപ്പ് മൂലക കുടുംബത്തിൻ്റെ പേരറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് മൂലക കുടുംബത്തിൻ്റെ പേരറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 ഗ്രൂപ്പ് വരെയുള്ള മൂലക കുടുംബത്തിൻ്റെ പേര് സംക്രമണ മൂലകങ്ങൾ. അപ്പം 3 മുതൽ 12 വരെ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. 13 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം. 14 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് കാർബൺ കുടുംബം. 15 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് നൈട്രജൻ കുടുംബം. 16 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബം. 17 ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഹാലോജനുകൾ. 18 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ട വാതകങ്ങൾ. മിക്ക സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളും നിറമുള്ളവയാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പീരിയോഡിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. ഇരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നു. ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ക്രമേണ കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഇനി അടുത്ത പാഠമായ രാസബന്ധനം 3-ാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഉത്കൃഷ്ടവാതങ്ങളിലുള്ളതുപോലെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണമാണ് അഷ്ടക വിന്യാസം എന്നറിയപ്പെടുന്നത്. ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 2 നിയോണിൻ്റെ അറ്റോമിക നമ്പർ 10 ആർഗണിൻ്റെ അറ്റോമിക നമ്പർ 18 ക്രിപ്റ്റോണിൻ്റെ അറ്റോമിക നമ്പർ 36 സിനോണിൻ്റെ അറ്റോമിക നമ്പർ 54 റെഡോണിൻ്റെ അറ്റോമിക നമ്പർ 86. ഒരു സംയുക്തത്തിൽ ഘടക കണങ്ങളെ ചേർത്തു നിർത്തുന്ന ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാനാവശ്യമായ ഊർജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജം. ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് അയോണായി ഊർജം പുറത്തുവിടുന്നു. ഈ ഊർജ വ്യത്യാസത്തെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്നാണ് പറയുന്നത്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന ശാസ്ത്രജ്ഞനാണ്. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകളുടെ വിട്ടുകൊടുത്ത് ഉണ്ടാകുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺ എന്നും ഇലക്ട്രോൺ സ്വീകരിച്ച് ഉണ്ടാകുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോൺ എന്നും വിളിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ 4-ാമത്തേതാണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ. മൂലകങ്ങളുടെ അറ്റോമിക് മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നേടുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സീകരണത്തിന് സഹായിക്കുന്ന ഓക്സികാരി
ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സികാരി നിരോധിക്കപ്പെടുന്നു. അതായത് ഓക്സീകരണത്തിന് സഹായിക്കുന്നതാണ് ഓക്സികാരി. ഒരു രാസപ്രവർത്തനത്തിൽ ഓക്സികാരി നിരോക്സീകരിക്കപ്പെടുന്നു. നിരോക്സീകരണത്തിന് സഹായിക്കുന്നതാണ് നിരോക്സികാരി. രാസപ്രവർത്തനത്തിൽ നിരോക്സികാരി ഓക്സീകരിക്കപ്പെടുന്നു. ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെ തുക 0 മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 പരിഗണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.